മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ ട്രക്ക് ഡ്രൈവർ അർജുന് വേണ്ടി അടുത്ത വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കുകയാണ്. ഗോവ പോർട്ടിൽ നിന്ന് ബുധനാഴ്ച ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തിക്കും. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അർജുനായുള്ള തെരച്ചിൽ എന്തായി എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അവരുടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി ആയിരിക്കുന്നു അല്ലേ? സ്മിത, തീർച്ചയായും കാലാവസ്ഥ അനുകൂലമായതോടെയാണ് വീണ്ടും ഷിരൂരിൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. അതിനായി ഡ്രഡ്ജർ ഗോവ പോർട്ടിൽ നിന്നും ഗംഗാവലി പുഴയിലേക്ക് ബുധനാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം വ്യാഴാഴ്ച തന്നെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ പുഴയുടെ അടിത്തട്ടിലുള്ള മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ ആരംഭിക്കും എന്നതാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ആഗസ്റ്റ് 16-നാണ്, കഴിഞ്ഞ മാസം 16-നാണ് ഈ തെരച്ചിൽ നിർത്തിവെച്ചത്. അന്ന് പ്രധാനമായിട്ടുള്ള ഒരു തടസ്സമുണ്ടായിരുന്നത് ഈ പുഴയുടെ അടിത്തട്ടിൽ, അതായത് നേരത്തെ നേവി അവിടെ പരിശോധനയ്ക്ക് ശേഷം മാർക്ക് ചെയ്ത സ്ഥലത്ത് പോലും പുഴയുടെ അടിത്തട്ടിൽ വലിയ രീതിയിൽ മണ്ണും കല്ലുകളും ഉണ്ട്. അത് നീക്കം ചെയ്യാതെ ഡീപ് ഡൈവിംഗ് നടത്തി നിലവിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് തെരച്ചിൽ ഡൈവിംഗ് ഉൾപ്പെടെ നടത്താൻ സാധിക്കില്ല എന്ന് ദൗത്യ സംഘം അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് തെരച്ചിൽ നിർത്തിവെക്കുകയും ചെയ്തു. ഡ്രഡ്ജർ കഴിഞ്ഞ ആഴ്ച തന്നെ എത്തിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഉത്തര കന്നഡ ജില്ലയിലും പ്രത്യേകിച്ച് ഷിരൂരിൽ ഉൾപ്പെടെ ശക്തമായ മഴയും കാറ്റും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ ഈ കടൽ മാർഗം ഈ ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കില്ല എന്ന് ഈ ഡ്രഡ്ജിംഗ് കമ്പനി ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. അതാണ് വീണ്ടും ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അവിടെ കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അടുത്ത ബുധനാഴ്ച തന്നെ ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഡ്രഡ്ജർ എത്തിക്കും. അതിനുശേഷം വ്യാഴാഴ്ച ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആരംഭിക്കും. 10 ദിവസമാണ് ഈ ഡ്രഡ്ജർ നിലവിൽ ഇപ്പോൾ കരാറുള്ളത്. ഈ 10 ദിവസത്തിനകം തന്നെ ഈ മണ്ണ് നീക്കം ചെയ്ത് നിലവിൽ ഇപ്പോൾ കണ്ടെത്താനുള്ള 3 പേരെയാണ് കണ്ടെത്താനുള്ള. അർജുൻ ഉൾപ്പെടെയുള്ള 3 പേരുണ്ട്. ആ തെരച്ചിൽ കൃത്യമായി അതവരെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായത് എന്തായാലും ശുഭസൂചനയാണ്. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് തെരച്ചിൽ ആരംഭിക്കുക. ഗോവ പോർട്ടിൽ നിന്ന് ബുധനാഴ്ച ഡ്രഡ്ജർ ഗംഗാവലിയിൽ എത്തിക്കും. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുകയായിരുന്നു.